കോതമംഗലത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജ്വാല നടത്തി. സർക്കാർ മദ്യനയം തിരുത്തണമെന്നും ലഹരി കേസുകളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. KCBC മദ്യവിരുദ്ധ സമിതി, മദ്യവിരുദ്ധ ഏകോപന സമിതി, ഗ്രീൻ വിഷൻ കേരള, സജീവൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് ലഹരി വിരുദ്ധ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന മദ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ഉദ്ഘാടനം ചെയ്തു. യൗവനത്തിൽ നിങ്ങളെ സംരക്ഷിക്കേണ്ടവർ, വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ചുണ്ടുകളിലേക്ക് വെള്ളം പകർന്നു തരേണ്ടവർ ഇന്ന് ചെളിക്കുണ്ടുകളിൽ കടന്ന് ഉരുളുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങളാണ്. ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അടുത്ത വീട്ടിലെ കുട്ടിയോ സമൂഹത്തിൽ ആരെങ്കിലുമോ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ ഓർക്കണം. ഇന്നലെ TV കണ്ട എല്ലാവരും TV കണ്ടവരാണ്. അതിനകത്ത് മദ്യം കഴിച്ചിട്ട് പാവപ്പെട്ട തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് പൈസയും പിടിച്ചു പറിച്ച് അവരുടെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് പോയ കുറെ ഉദ്യോഗസ്ഥന്മാർ, അതല്ലെങ്കിൽ സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന പോലെ തല്ലിച്ചതച്ച വേറെ ഒരു വർഗം. ലഹരിയുടെ ഉപയോഗത്തിൽ കേരളം ഒന്നാമതാണെന്നും അതുവഴി ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പെരുകുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറിയും സജീവം പ്രൊജക്ട് കോർഡിനേറ്ററുമായ ജോൺസൺ കറുകപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നലെയാണ് കേരളത്തിലെ ഒരു വിമാനത്താവളം വഴി 3 വനിതകൾ 40 കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് കലർത്തിയ മിഠായിയും മധുര പലഹാരങ്ങളും അടക്കമുള്ള കൃത്രിമമായി ഉണ്ടാക്കിയ പാക്കറ്റുകൾ കൊണ്ടുവന്ന സാധനങ്ങൾ കസ്റ്റംസും എക്സൈസും ഒക്കെ ചേർത്ത് പിടികൂടിയത്. അനേക കോടി രൂപയുടെ MDMA-യും ഹൈബ്രിഡ് ലഹരിയും ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള രാസലഹരികൾ കേരളത്തിന്റെ മണ്ണിലേക്ക് ഒഴുകുമ്പോ ചെറുകിട വ്യാപാരികളെയും ചെറുകിട വിൽപ്പനക്കാരെയും ഒക്കെ എക്സൈസും പോലീസും ഒക്കെ പിടികൂടുമ്പോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വ്യാപകമായ തോതിൽ കോടിക്കണക്കിന് രൂപയുടെ രാസലഹരിയിൽ എത്തിക്കുന്നവർ ഇപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ലഹരിക്കെതിരെ സമൂഹം സകലതും മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ലഹരിയുടെ വ്യാപനത്തെ തടയാൻ നാം ആർജവത്തോടെ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബിജു വെട്ടിക്കുഴ, ജോയ് പടയാട്ടിൽ, മാർട്ടിൻ കീഴേമാടൻ, AT ലൈജു, കുര്യൻ കോതമംഗലം, ജോണി കണ്ണാടൻ, ജോബി ജോസഫ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. അധികാരികൾക്ക് അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് എക്സൈസ് വിഭാഗങ്ങൾ, അതുപോലെ പോലീസ്, ഇന്റലിജൻസ് വിഭാഗം എല്ലാം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. നിലവിലെന്ന് മദ്യവും മയക്കുമരുന്നും കഴിച്ച് അതിന് അടിമപ്പെട്ട് ലഹരിക്കെതിരെ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ഒരു ഇന്റലിജൻസ് വിഭാഗം, രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിക്കുന്നില്ല. അതിന്റെ പ്രവർത്തനം പരാജയമാണെന്ന് പറയേണ്ടി വരും. ജിജു വർഗീസ്, ജോസ് കൈതമന, പീറ്റർ ഇടപ്പുളവൻ, KV ഏണസ്റ്റ്, ഷിജു കൊട്ടാരത്തിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സർക്കാർ മദ്യനയം തിരുത്തണമെന്നും ലഹരി കേസുകളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.